ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്നാക്ക് ചിക്കൻ മോമോസ് ആണ്. അപ്പോൾ ഇഫ്താറിന് എന്നും എണ്ണയിൽ മുക്കി പൊരിച്ച പലഹാരങ്ങളൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു ദിവസമൊക്കെ ഇതുപോലെ ഹെൽത്തി ആയിട്ട് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. മോമോസ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പം കഴിക്കാത്തവർക്ക് ഇത് കാണുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാവില്ല. കാരണം അത് സ്റ്റീം ചെയ്തെടുത്തതായതുകൊണ്ട് കാണുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നൂല. പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പൂരിമാവും ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആവുന്നവരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പം മൈദപ്പൊടിയൊക്കെ കുഴച്ച് പരത്തി ഉണ്ടാക്കുന്ന സ്നാക്കൊക്കെ തയ്യാറാക്കാൻ പലർക്കും മടിയായിരിക്കും. പക്ഷേ ഈ ഒരു സ്നാക്ക് കുറച്ചൊന്ന് മെനക്കെട്ട് തയ്യാറാക്കി എടുത്താലും ഒരു നഷ്ടം വരില്ല കേട്ടോ. അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം ഓയിൽ തടവി കൊടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കി എടുക്കുന്ന അത്ര സമയം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/2 കിലോ എല്ലില്ലാത്ത ചിക്കൻ നന്നായിട്ട് കഴുകി ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ. ചിക്കൻ ഇങ്ങനെ കട്ടകളായിട്ടൊന്നും കിടക്കാൻ പാടില്ല. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ വേവിച്ചെടുത്തിട്ടും മോമോസ് തയ്യാറാക്കുന്നവരുണ്ട്. പക്ഷേ ഇതുപോലെയാണ് കേട്ടോ ശരിക്കും തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോഴാണ് ആ ഒരു സ്റ്റീം ചെയ്ത് വേവിച്ചെടുക്കുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിലേക്ക് സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് സ്പ്രിംഗ് ഓണിയൻസും പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ ഓപ്ഷനാണ് കേട്ടോ. ഇനി 1 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു അരച്ചെടുത്ത ചിക്കനിലൊക്കെ എല്ലാ മസാലകളൊക്കെ ആവുന്ന രീതിയിൽ നല്ല പോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മോമോസിലേക്ക് വേണ്ടിയിട്ട് ഒരു സോസ് തയ്യാറാക്കി എടുക്കണം. ഈ ഒരു സോസും കൂട്ടിയിട്ട് കഴിക്കുമ്പോഴാണ് മോമോസ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ട് 3 തക്കാളി എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകും ചേർത്ത് തിളപ്പിച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് ഊറ്റി മാറ്റി വെക്കാം. വെള്ളമൊക്കെ തോർന്നിട്ട് ചൂടൊക്കെ ആറിയ ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാനാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ തൊലി ഇതുപോലെ കളഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ വെന്ത് കഴിയുമ്പോൾ തൊലി പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ. ഇതിലേക്ക് ആ ഒരു വറ്റൽമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. 1 ടേബിൾ സ്പൂണാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ മോമോസിൻ്റെ സോസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. അപ്പോൾ ഈ ഒരു സൈസിലുള്ള 6 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല തിന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇവിടെ നന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. എത്രത്തോളം പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം പരത്തിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിലേക്ക് ഒരു 1-1.5 ടീസ്പൂണ് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്നും പ്ലീറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. ഫസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കഴിയണമെന്നില്ല. 3-4 പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അതങ്ങോട്ട് റെഡി ആയി കിട്ടും കേട്ടോ. ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റ് എടുത്ത് കൊണ്ടുപോയിട്ട് അവസാന ഭാഗം ഒന്ന് റൗണ്ട് ചെയ്തിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് നടുവിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഷേപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കുക. ഒരെണ്ണം ഇവിടെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മോമോസ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ ഇഡ്ഡലി തട്ടിലോ സ്റ്റീമറിലോ ഒക്കെ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. ഞാനിവിടെ അടുപ്പിലായതുകൊണ്ട് ഇതുപോലെ ഒരു ചട്ടിയിൽ വെള്ളം വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്നൊരു പാത്രം കൂടെ വെച്ച് കൊടുത്തിട്ട് അതിൽ ഓയിൽ തടവി കൊടുത്തിട്ട് മോമോസ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഓയിലാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അതിൽ ഒട്ടി പിടിക്കും കേട്ടോ. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം. കാരണം ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം. അപ്പോൾ നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ ഒരു സോസും കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നോമ്പിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്